പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വനിതാ സംവരണ ബിൽ കൊണ്ടുവന്നത് രാഷ്ട്രീയ നേട്ടത്തിനാണെന്ന് സോണിയാഗാന്ധി. വനിതാ സംവരണത്തെ മണ്ഡല പുനർനിർണയവുമായി ബന്ധിപ്പിക്കുന്നതിനെയും സോണിയാഗാന്ധി വിമർശിച്ചു. ബില്ല് പാർലമെന്റ് ചർച്ച ചെയ്യാനിരിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിവിധ മേഖലകളിലെ പ്രമുഖ വനിതകളുമായി സംവദിക്കും. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ഹിന്ദുവിലാണ് സോണിയാഗാന്ധി ലേഖനം എഴുതിയിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് അരവിന്ദ്? ഗുഡ് മോർണിംഗ്. വനിതാ സംവരണ ഭേദഗതി ബില്ലിൽ ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കൃത്യമായ കൂടിയാലോചനകളില്ലാതെ ബില്ല് ഇപ്പോൾ പാസ്സാക്കാൻ വേണ്ടി പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു അടക്കമുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടായി. ഇതാ ഹിന്ദുവിൽ എഴുതിയ ലേഖനത്തിലാണ് സോണിയാഗാന്ധിയുടെ ചില വിമർശനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. വനിതാ സംവരണത്തെ അല്ല, മറിച്ച് മണ്ഡല പുനർനിർണയത്തെയാണ് തങ്ങൾ എതിർക്കുന്നതെന്ന് സോണിയാഗാന്ധി തൂണ്ടിക്കാണിക്കുന്നു. ഇതുകൂടാതെ തന്നെ പ്രതിപക്ഷ പാർട്ടികളുമായി കൂടിയാലോചനകളില്ലാതെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ നീക്കവുമായി മുന്നോട്ട് പോകുന്നത്. ഏപ്രിൽ 23, 29 തീയതികളിൽ തമിഴ്നാട്ടിലും അതുപോലെ തന്നെ ബംഗാളിലും തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷ പാർട്ടികളുമായി ഒരു സർവകക്ഷി യോഗം വിളിക്കണം. അതിനുശേഷം അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ ബില്ല് കൊണ്ടുവന്നാൽ മതി എന്നതാണ് സോണിയാഗാന്ധി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുകൂടാതെ തന്നെ ഈ വനിതാ സംവരണ ഭേദഗതിയിൽ ഇത്തരത്തിൽ മണ്ഡല പുനർനിർണയം ഉൾപ്പെടുത്തുന്നത് അത് പല സംസ്ഥാനങ്ങളെ അടക്കം ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. സെൻസസ് നടപടികൾക്ക് ശേഷം മണ്ഡല പുനർനിർണയം നടത്തിയാൽ മതി എന്നതാണ് സോണിയാഗാന്ധി ഇപ്പോൾ ഈ ലേഖനത്തിലൂടെ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിൽ രാഷ്ട്രീയ തുല്യത ഉറപ്പാക്കണമെന്നും സോണിയാഗാന്ധി ആവശ്യപ്പെടുകയാണ്. ചില തെക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൂടുന്നതിന് അനുപാതം, അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചില സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിൽ സീറ്റുകൾ കൂടുമ്പോൾ തെക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അത് വലിയ രീതിയിൽ ഉയരുവാൻ സാധ്യതയില്ല. അപ്പോൾ ഇതെല്ലാം ഒരു രാഷ്ട്രീയ തുല്യത അത് ഇല്ലാതാക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നതാണ് സോണിയാഗാന്ധി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഈ ബില്ലുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം MP-മാർക്കടക്കം പ്രധാനമന്ത്രി കത്ത് നൽകിയിരുന്നു. ഇതിന് മറുപടിയായി കോൺഗ്രസ് അധ്യക്ഷൻ പ്രധാനമന്ത്രിക്കും കത്ത് നൽകിയിരുന്നു. എന്തായാലും വിവിധ പ്രചാരണ പരിപാടികൾ വനിതാ സംവരണ ഭേദഗതി ബില്ലുമായി ഇപ്പോൾ കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുകയാണ്. ഇന്ന് രാവിലെ 11 മണിക്ക് രാജ്യത്തെ വനിതകളുമായി പ്രധാനമന്ത്രി സംവദിക്കും. നാരീശക്തി വന്ദൻ സമ്മേളനം എന്നാണ് ഈ പരിപാടിക്ക് കേന്ദ്ര സർക്കാർ പേരിട്ടിരിക്കുന്നത്. വിവിധ മേഖലകളിലെ പ്രമുഖരായ വനിതകളുമായി സംവദിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.